ഹലോ ഫ്രണ്ട്സ്, ഞാൻ അബ്ദുൽ ജലീൽ. എല്ലാവർക്കും സ്വാഗതം. കൺഗ്രാജുലേഷൻസ് ആൻഡ് ഓൾ ദി ബെസ്റ്റ് മിസ്റ്റർ തഹസിൻ മുഹമ്മദ്. തഹസിൻ മുഹമ്മദ് ആരാണെന്ന് എല്ലാവർക്കും അറിയാം. 2026 ഫിഫ വേൾഡ് കപ്പ് ഫുട്ബോളിൽ കളിക്കുന്ന ചരിത്രത്തിലെ ആദ്യത്തെ ഇന്ത്യക്കാരനായ ഒരു വ്യക്തിയാണ് തഹസിൻ മുഹമ്മദ്. ഇന്ത്യക്കാരൻ, വിശിഷ്യ മലയാളി, അതിലുപരിയായിട്ട് നമ്മുടെ സ്വന്തം കണ്ണൂരിലെ വളപട്ടണം സ്വദേശി. ഇന്ത്യൻ വംശജരായ ആൾക്കാർ ഇതിനു മുമ്പ് ഫുട്ബോൾ കളിച്ചിട്ടുണ്ട്, ഫുട്ബോൾ വേൾഡ് കപ്പ് കളിച്ചിട്ടുണ്ട്. 2026 വേൾഡ് കപ്പിലും ചില ഇന്ത്യൻ വംശജരായ ആൾക്കാർ മറ്റു രാജ്യങ്ങളിൽ വേണ്ടി കളിക്കുന്നുണ്ട്. എന്നാൽ ഇന്ത്യൻ പാസ്പോർട്ടുള്ള ഒരു വ്യക്തി, അതും ഒരു മലയാളി, ഒരു വളപട്ടത്തുകാരൻ ആദ്യമായിട്ട് ഫിഫ വേൾഡ് കപ്പ് കളിക്കുകയാണ്. എല്ലാവിധ ആശംസകളും അഭിനന്ദനങ്ങളും നേരുന്നു. അദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ജനിച്ചു വളർന്നത് ഖത്തറിലാണ്. 19 വയസ്സാണ് അദ്ദേഹത്തിൻ്റെ പ്രായം. അതുപോലെ തന്നെ ആസ്പെയർ അക്കാദമി എന്ന് പറയുന്ന പ്രശസ്തമായ ക്ലബ്ബിൽ അദ്ദേഹം ചേരുകയും അതിലൂടെ പരിശീലനം നേടുകയും പിന്നീട് ഖത്തറിലെ തന്നെ അൽ ദുഹൈൽ SC എന്ന് പറയുന്ന ക്ലബിൻ്റെ ജൂനിയർ ലെവലിലേക്ക് സെലക്ഷൻ കിട്ടുകയും അതിനുശേഷം സീനിയർ ലെവലിലേക്ക് കിട്ടി. അതിനുശേഷം സാക്ഷാൽ ഫിഫ വേൾഡ് കപ്പിലേക്ക് അദ്ദേഹം എത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഉപ്പാനെ കുറിച്ച് പറയുകയാണെങ്കിൽ ജംഷീദ് എന്ന് പറയുന്ന വ്യക്തി തലശ്ശേരി സ്വദേശിയാണ്. അദ്ദേഹം നല്ലൊരു ഫുട്ബോളറായിരുന്നു. കേരളത്തിന് വേണ്ടി ജോപ്പോൾ അഞ്ചേരിയെ പോലുള്ള വലിയ പ്ലെയർ ഒന്നിച്ചിട്ട് കളിച്ച ഒരു വ്യക്തിയാണ് ജംഷീദ്. അദ്ദേഹം കേരളത്തിന് വേണ്ടി കളിച്ചു, അഖിലേന്ത്യാ തലത്തിൽ കളിച്ചു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ക്യാപ്റ്റനായിരുന്നു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അഖിലേന്ത്യാ ഫുട്ബോൾ നേടിയ സമയത്ത് അദ്ദേഹം ആ ടീമിലുണ്ടായിരുന്നു. എന്നാൽ ഒരു ഫുട്ബോളറുടെ ഏറ്റവും വലിയ ശാപമായ പരിക്ക് എന്ന് പറയുന്ന ഒരു ശാപം അദ്ദേഹത്തെ 23-ാമത്തെ വയസ്സിൽ അദ്ദേഹത്തെ തേടിയെത്തുകയും അദ്ദേഹം വലിയൊരു ഫുട്ബോളർ എന്നൊരു സ്വപ്നം തൽക്കാലത്തേക്ക് മാറ്റിവെച്ച് 1993-ലോ 96-ലോ മറ്റോ അദ്ദേഹം ഖത്തറിലേക്ക് പോവുകയാണ് ചെയ്തത് ജോലിക്കായിട്ട്. പക്ഷേ ആ ജോലി സമയത്തും അദ്ദേഹം ഫുട്ബോൾ എന്ന് പറയുന്ന വലിയൊരു സ്വപ്നം, അദ്ദേഹത്തിൻ്റെ പാഷൻ അദ്ദേഹം ഒഴിവാക്കിയിട്ടില്ല. കിട്ടുന്ന സമയത്തൊക്കെ അദ്ദേഹം ഫുട്ബോൾ കളിക്കാൻ പോയി, ഫുട്ബോൾ കളി കാണാൻ പോയി. പിന്നീട് അദ്ദേഹം പോകുന്നത് തൻ്റെ 2 ആൺമക്കളെയും കൂട്ടിയായിരുന്നു. ഈ തഹസിൻ മുഹമ്മദ് എന്ന് പറയുന്ന വ്യക്തിയും കൂട്ടിയിട്ട് അദ്ദേഹം കളി കാണാൻ പോകുന്നു. അങ്ങനെയാണ് ഈ തഹസിൻ മുഹമ്മദിന് ഈ ഒരു ഫുട്ബോളിനോടൊരു ഇഷ്ടം വരുന്നത്. മാത്രമല്ല, ഫുട്ബോൾ എന്ന് കേൾക്കുമ്പോൾ തഹസിൻ മുഹമ്മദിൻ്റെ ഉപ്പാൻ്റെ കണ്ണിലുണ്ടാകുന്ന ഒരു തിളക്കം, അത് കണ്ടിട്ടാണ് ഈ തഹസിൻ മുഹമ്മദ് വളരുന്നത്. തൻ്റെ ഉപ്പാക്ക് വലിയൊരു സ്വപ്നം ഉണ്ടായിരുന്നു. ആ ഒരു സ്വപ്നം തന്നിലൂടെ സാക്ഷാത്കരിക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പ്രാക്ടീസും ഒക്കെ ഉണ്ടായിരിക്കുന്നത്. തഹസിൻ മുഹമ്മദിൻ്റെ ഉമ്മയുടെ സ്വദേശമാണ് വളപട്ടണം. നമുക്കറിയാം, വളപട്ടണത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ പണ്ട് മുതലേ ഫുട്ബോളിനെ നെഞ്ചിലേറ്റിയ ഒരു സമൂഹമുള്ളൊരു സ്ഥലമാണ് വളപട്ടണം. ഒരുപാട് ഫുട്ബോൾ പ്ലേയേഴ്സിനെ വാർത്തെടുക്കുന്ന, മാത്രമല്ല കേരളത്തിലെ ഏറ്റവും നല്ല ടൂർണമെൻറ്റ്, സെവൻസ് ടൂർണമെൻറ്റ് നടക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് വളപട്ടണം. ആ ഒരു സ്ഥലത്തു നിന്നാണ് ഇങ്ങനെയുള്ള ഒരു വ്യക്തിയെ കൂടി കിട്ടിയിരിക്കുന്നത്. നമുക്കറിയാം, വളപട്ടണത്തുള്ള പാടങ്ങളിൽ ഇദ്ദേഹം ഈ ഖത്തറിൽ നിന്നും നാട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ വളപട്ടണത്തുള്ള തങ്ങൾവയൽ എന്ന് പറയുന്ന പാടത്തിലൂടെ, ആ ഒരു ചെറിയൊരു ഗ്രൗണ്ടിലൂടെ പ്രായഭേദമന്യേ കളിക്കുന്ന ഒരു സ്വഭാവം കൂടി ഈ തഹസിൻ മുഹമ്മദിനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിൻ്റെ കളി വലിയൊരു ആഘോഷമാക്കി മാറ്റാനുള്ളൊരു പരിപാടിയാണ് വളപട്ടണക്കാർക്കുള്ളത്. വലിയൊരു പന്തലൊക്കെ കെട്ടി വലിയൊരു സ്ക്രീനൊക്കെ വെച്ച് ഇദ്ദേഹത്തിൻ്റെ കളി കാണാനുള്ള വലിയൊരു ആഘോഷപൂർവ്വമായ ഒരു പരിപാടിയൊക്കെ വളപട്ടണക്കാർ സംഘടിപ്പിക്കുന്നുണ്ട്. എല്ലാവിധ ആശംസകളും അതുപോലെ തന്നെ വളപട്ടണക്കാർക്കും നേരുകയാണ്. ഞാൻ തഹസിൻ മുഹമ്മദ് നേരുകയാണ്. അതുപോലെ തന്നെ ഈ ഒരു നമ്മുടെ കേരളത്തെ, അല്ലെങ്കിൽ നമ്മുടെ കണ്ണൂർ ജില്ലയെ ലോകത്തോളം വാഴ്ത്തിയ നമ്മുടെ ജംഷീദ് എന്ന് പറയുന്ന ആ ഉപ്പാക്കും എല്ലാവിധ ആശംസകളും എല്ലാവിധ സല്യൂട്ടും ചെയ്യുന്നു. താങ്ക് യു സോ മച്ച്.